ഹായ് നമസ്കാരം. ഇന്ന് റംദാൻ വിശേഷങ്ങളുമായിട്ട് ഞാനുള്ളത് ദുബായ് സഫയർ ലയൺസ് ക്ലബ്ബിലാണ്. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ ലയൺസ് ക്ലബിൻ്റെ പ്രസിഡൻറ്റുമായിട്ട് സംസാരിക്കാം. നമസ്കാരം. റമദാൻ കരീം. ഈ റംദാനിൽ എല്ലാ വർഷവും നമ്മൾ ഇങ്ങനെ ഒരു ഇഫ്താർ സംഘടിപ്പിക്കാറുണ്ടോ? അതെ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഷാജി, താങ്ക് യു, വെൽക്കം വന്ന ഇതിൽ വളരെ സന്തോഷം. നമ്മൾ എല്ലാ വർഷവും റമദാൻ ടൈമിൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും ഇഫ്താർ നടത്താറുണ്ട്. ആസ് യു ക്യാൻ സീ, ദുബായ് സഫയർ ലയൺസ് ക്ലബ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ദുബായിലുള്ള ലയൺസ് ക്ലബ്ബിലാണ്. ലയൺസ് ക്ലബ്ബ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിൽ വെൻ വി വർ ഗ്രോയിങ് അപ്പ്, വിച്ച് എവർ സിറ്റി, ഞാൻ ട്രിവാൻഡ്രത്തും അഹമ്മദാബാദിലുമായിരുന്നു, നിങ്ങൾ ഏതൊക്കെ സിറ്റിയിലായിരുന്നോ എല്ലാ സിറ്റിയിലും കണ്ടു കാണും. ഇത് 100 ഇയർ പ്ലസ് വേൾഡിൻ്റെ ലാർജസ്റ്റ് സർവീസ് ഓർഗനൈസേഷനാണ്. US ഹെഡ് ക്വാർട്ടേർഡാണ്. നമ്മൾ ദുബായിൽ 10 ഇയേഴ്സ് മേളിലായിട്ടുണ്ട്. ദുബായ് സഫയർ ഫോമായി 5 വർഷമായി. അത് വെരി എന്താ പറയുക, we do a lot of service oriented activities. Mainly full ചെയ്യുന്നത് കംപ്ലീറ്റ് സർവീസ് ഓറിയൻറ്റഡ് ആക്ടിവിറ്റീസ് ആണ്. നമുക്ക് ഒരുപാട് ഫാസറ്റ്സിൽ നമ്മൾ ചെയ്യാറുണ്ട്. നിങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ചൈൽഡ്ഹുഡ് ക്യാൻസർ, ഡയബറ്റീസ്, ഡിസാസ്റ്റർ റിലീഫ്, എൻവയൺമെൻറ്റ് റിലേറ്റഡ്, ഹ്യൂമാനിറ്റേറിയൻ ആക്ടിവിറ്റീസ്, ഹങ്കർ, വിഷൻ, യൂത്ത്, ഇതിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എല്ലാ വർഷവും ഇൻ ഷോർട്ട് റമദാൻ ടൈമിൽ ഒരു ഇഫ്താർ സന്തോഷമായിട്ട് വിത്ത് ഫാമിലി വി ഓൾവേസ് ഗെറ്റ് ടുഗദർ ആൻഡ് ഹാവ് എ നൈസ് ടൈം. ഓക്കെ, താങ്ക് യു. ഇത്രയും ഇൻഫർമേഷൻ നമ്മളുമായിട്ട് ഷെയർ ചെയ്തതിൽ. ഏതായാലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഈ ടീമിന് കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. വളരെ നന്ദി ഫോർ കമ്മിങ് ഓവർ. താങ്ക് യു. രഞ്ജിത്ത് നമസ്കാരം. രഞ്ജിത്ത്, ഈ ലയൺസ് അസോസിയേഷനുമായിട്ട്, ലയൺസ് ക്ലബ്ബുമായിട്ട് എത്ര വർഷമായിട്ട് രഞ്ജിത്ത് കണക്റ്റഡ് ആണ്? ഞാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് 3 വർഷമാവുന്നു കണക്റ്റഡ് ആയിട്ട്. സെക്രട്ടറി ആയിട്ട് 1 വർഷമാവുന്നു. ഓക്കെ, എന്തൊക്കെയാണ് ഇപ്പം ഇഫ്താർ വിരുന്നാണ് നടക്കുന്നത്? ഇത് കഴിഞ്ഞ് എന്തൊക്കെയാണ് അടുത്ത പ്ലാൻസ് ഒക്കെ ഉള്ളത്? നമുക്ക് മെയിനായിട്ടും ഇപ്പോൾ സോഷ്യൽ കോസസിനെ അഡ്രസ്സ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇഫ്താർ എന്ന് പറയുന്നത് നമ്മുടെ മെമ്പേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയും പിന്നെ നമ്മുടെ സഹോദരങ്ങളോടുള്ള സോളിഡാരിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മെയിൻലി നമ്മൾ ഹങ്കർ അലിവിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ലേബർ ക്യാമ്പിൽ അവർക്ക് അവിടെ ഓൾമോസ്റ്റ് 1000-1000 ചിലവാനും ലേബേഴ്സിന് വേണ്ടിയിട്ട് ഈവനിങ്ങിൽ ഇഫ്താർ കിറ്റ് കൊടുക്കാൻ നമ്മൾ നോക്കുന്നുണ്ട്. കുറേ അധികം അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ പഠിത്തത്തിനും മറ്റ് സൗകര്യങ്ങളുടെ എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ഗ്രേറ്റ് സോ മച്ച്. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ സരീൻ. Good afternoon. How are you? Good. So, how long you are within this Lions Club group? Lions Club, I have been associated since my college days, but in UAE since 2021. And post-COVID, we have been doing a lot of activities like health checkups, like COVID vaccine drive we did. Our club was formed during that time, and I am personally also associated with a lot of other social activities, which we cater to a lot of labor camps as well, and people in need specifically. Oh, great. So, how long you are in UAE? Almost 8 years, 7 to 8 years. Okay. Yes. Different activities in the Lions Club, and also you are doing another. Absolutely. With also with other organizations, specifically with Lions Club, we do like tree plantation activities. We could do iftar kits distribution. That has been a major activity. Over like 1,000 to 2,000 kits we have distributed over the years, and also we have done like health checkups, which I told previously as well, and also like optical, and we have like basic causes which are associated with Lions Club, like say diabetes cause, childhood cancer, like education, then tree plantation. So youth also is a main focus for us. Great. Thank you, ma'am. You share some information and you chat with us. Thank you so much.
This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuman.